ജയിലിലായാൽ മന്ത്രിമാർക്ക് പദവി നഷ്ടപ്പെടുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷത്തിന് സ്പീക്കറുടെ രൂക്ഷ വിമർശനം. പാർലമെന്റിൽ മര്യാദ പാലിക്കണമെന്ന് സ്പീക്കർ. ലോക്സഭ 5 മണിവരെ നിർത്തിവെച്ചു. അതേസമയം ഭരണപക്ഷവും പ്രതിപക്ഷവും സ്പീക്കർക്ക് പരാതി നൽകി. പ്രതിപക്ഷം മൈക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായി BJP. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, സുപ്രധാനമായ ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്ന വേളയിലാണ് പ്രതിപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, വലിയ തരത്തിലുള്ള ബഹളവും ഉണ്ടായത്. സഭാ നടപടികൾ അതുകൊണ്ട് തന്നെ 5 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ കൂടി. നിർണായകമായ ബില്ലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ട് ആ കേസിൽ 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിക്കാവുന്ന കേസിൽ പ്രതി ചേർത്ത് 30 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും പദവി നഷ്ടമാകുന്ന തരത്തിലാണ് ഈ ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിന്റെ 3 ബില്ലുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഭരണഘടനയുടെ 130ാം ഭേദഗതി ബിൽ, കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ബില്ല്, ജമ്മു കശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നിങ്ങനെ 3 ബില്ലുകളാണ് ഈ കാര്യത്തിനു വേണ്ടി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിന്റെ അതിരുവിട്ട പ്രതിഷേധങ്ങൾക്കും ബഹളങ്ങൾക്കും പ്രതിഷേധ നാടകങ്ങൾക്കുമിടയിലായിരുന്നു അമിത്ഷാ ബില്ല് അവതരിപ്പിച്ചത്. ഈ ബില്ലിനെ രൂക്ഷമായി എതിർത്ത പ്രതിപക്ഷം ആരോപിക്കുന്നത് നിലവിൽ കൊണ്ടുവരുന്ന ഈ ബില്ല് പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താനും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനും എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ബില്ലിനെ എതിർക്കുന്നത്. എന്നാൽ ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ MP-മാർക്ക് നൽകിയിരുന്നു. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഉൾപ്പെടെ ഈ ബില്ലിന്റെ അധികാര പരിധിക്കുള്ളിൽ വരികയും പ്രധാനമന്ത്രിക്കെതിരെ പോലും കേസ് എടുത്തുകൊണ്ട് 30 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കുകയാണെങ്കിൽ പദവി നഷ്ടപ്പെടും. മുഖ്യമന്ത്രിമാർ അതിന്റെ പരിധിയിൽ വരും, മന്ത്രിമാർ അതിന്റെ പരിധിയിൽ വരും. അത്തരത്തിൽ ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും അവർക്കെതിരെ അഴിമതി, ക്രമക്കേടുകൾ എന്നിവ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഇല്ലാതിരിക്കാനും മറ്റത്തരത്തിൽ ആരോപണങ്ങളും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് കണ്ടാൽ ആ പദവി തന്നെ നഷ്ടമാകുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നതാണ് ആ പുതിയ ബില്ലിന്റെ രൂപകൽപ്പനയുള്ളത്. ഈ ബില്ല് അവതരണത്തിൽ വലിയ ബഹളം നമ്മൾ പാർലമെന്റിനുള്ളിൽ കണ്ടു. ബഹളത്തിനിടയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അമിത്ഷാ ജയിലിൽ കിടന്നിട്ടില്ലേ എന്നുള്ളതായിരുന്നു KC വേണുഗോപാലിന്റെ ചോദ്യം. അതിന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ മറുപടി പറയുകയുണ്ടായി. എനിക്കെതിരെ ഉയർന്നിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ എടുത്തിട്ടുള്ള കേസ്, ആ കേസിൽ അറസ്റ്റിലാകുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ മര്യാദ പാലിച്ചുകൊണ്ട് രാജിവെച്ചിരുന്നു. പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കുന്നതുവരെ, കോടതിയിൽ നിന്ന് നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ താൻ ഒരു ഭരണഘടനാ പദവിയും വഹിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ KC വേണുഗോപാലിനും പ്രതിപക്ഷത്തിനും മറുപടി നൽകിയത്. ഏതായാലും പ്രതിപക്ഷ ബഹളം അതിര് കടന്നതോടെ മാർഷൽമാരെ സഭയ്ക്കകത്ത് സ്പീക്കർക്ക് നിയോഗിക്കേണ്ടി വന്നു. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷാംഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം മാർഷൽമാർ നിരക്കുന്നു. 50-ലധികം മാർഷൽമാരെ ഉപയോഗിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങളെ നിയന്ത്രിച്ചത്. പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷവും ഇതിനോടകം തന്നെ സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനം ആയിരിക്കുകയാണ്. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളെയും ഉൾപ്പെടുത്തി 31 അംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ആയിരിക്കും ഈ ജയിലിൽ പോയി കഴിഞ്ഞാൽ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും വരെ പദവി നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ വിശദമായ പരിശോധന നടത്തുക. നേരത്തെ വഖഫ് നിയമ ഭേദഗതി ബിൽ എങ്ങനെയാണോ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വിട്ടുകൊണ്ട് ആ കമ്മിറ്റി വിശദമായ പരിശോധനകൾ അടുത്ത കാലത്ത് നടത്തിയിരുന്നു, അതിന് സമാനമായി തന്നെ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലും 31 അംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കും, ചർച്ചകൾ നടത്തും, അഭിപ്രായങ്ങൾ ശേഖരിക്കും. തുടർന്ന് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ശുപാർശകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. പിന്നീട് ആ ശുപാർശകളോടുകൂടി വീണ്ടും ബില്ല് അവതരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായ ബില്ലാണ്. രാജ്യത്തെ ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നമ്മുടെ ഭരണാധികാരികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും അവർ അഴിമതിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ കർശനമാക്കുന്നതിനും അവരുടെ പദവികൾ നഷ്ടമാകുന്നതിനും അത്തരത്തിലുള്ള ആരോപണങ്ങൾ കുറയുന്നതിനുമെല്ലാം സഹായിക്കുന്ന ബില്ലാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ കൊണ്ടുവന്നത്. എന്നാൽ ആ ബില്ലിനെയും കണ്ണടച്ചെതിർക്കുകയും അത് പ്രതിപക്ഷത്തെ അത്തരത്തിലുള്ള നീക്കം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഒപ്പം ജിഷ്ണു, ഈ 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന ഹർജി
സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണല്ലോ. ചേതൻ ചന്ദ്രകാന്ത് അഹിരയാണ് ഹർജി നൽകിയത്. ആവശ്യം നേരത്തെ ബോംബെ ഹൈക്കോടതിയും തള്ളിയിരുന്നു. ബോംബെ ഹൈക്കോടതി വിധിയിൽ ഇടപെടുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നിലവിൽ സുപ്രീം കോടതിയുടെ നടപടി. മറ്റ് വിശദാംശങ്ങൾ കൂടി. കെ പി 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചേതൻ ഇത്തരത്തിലൊരു ഹർജി നൽകിയിട്ടുള്ളത്. അത് സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുൻപ് അത്തരത്തിലൊരു ഹർജി ബോംബെ ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ഹൈക്കോടതി ആ ഹർജി തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ആ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കേണ്ട സാഹചര്യമോ ഈ ഹർജി പരിഗണിക്കേണ്ട സാഹചര്യമോ ഇല്ല എന്ന നിരീക്ഷണമായിരുന്നു ബോംബെ ഹൈക്കോടതി നടത്തിയത്. ആ ബോംബെ ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടേണ്ടതില്ല എന്ന നിരീക്ഷണത്തിലാണ് സുപ്രീം കോടതി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണം എന്ന ഹർജി തള്ളിയിട്ടുള്ളത്. പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ നടന്നുവെന്നും വോട്ടിംഗ് ശതമാനത്തിൽ വ്യാപക പിഴവ് വന്നിട്ടുണ്ട് തുടങ്ങി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളായിരുന്നു ഹർജിക്കാരൻ ഈ ഹർജിയിൽ ഉൾപ്പെടുത്തിയത്. അത് നേരത്തെ ബോംബെ ഹൈക്കോടതി തള്ളിയതാണ്. സുപ്രീം കോടതി അത് ആ വാദം കേൾക്കുകയോ ഹർജി പരിഗണിക്കുകയോ ചെയ്യാതെ തന്നെ ബോംബെ ഹൈക്കോടതിയുടെ വിധിയിൽ നിലവിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഹർജികൾ തള്ളിയത്. കെ പി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.